ജിമി, ഇപ്പോൾ പല ചോദ്യങ്ങൾ പ്രതിപക്ഷം കുറച്ച് കാലങ്ങളായി ചോദിക്കുന്നു. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായിരിക്കുന്നു? ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന ഏപ്രിൽ 22-നാണ്. മെയ് ആദ്യ വാരമാണ് തിരിച്ചടി കൊടുക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണം എന്ന് പറഞ്ഞു, അത് വിളിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി ഞങ്ങളോട് വിശദീകരിക്കാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. അപ്പോൾ ഇത്രയും 2-2.5 മാസങ്ങൾക്ക് ശേഷം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി 2.5 മാസങ്ങൾക്ക് ശേഷം നടത്തിയിരിക്കുന്ന വിശദീകരണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടോ? ഇത്രയും വൈകിയാണെങ്കിലും വന്നല്ലോ, ഇല്ലോളം വൈകിയാലും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, എന്തായാലും നടന്നല്ലോ. അത് മാത്രമല്ല, ഓപ്പറേഷൻ മഹാദേവിലൂടെ ഈ പാർലമെൻറ്റിലെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ആ ദിവസം തന്നെ അവിടുത്തെ തീവ്രവാദികളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. അത് കോയിൻസിഡൻസ് ആയിരിക്കും. എന്തായാലും അത് ഗംഭീരമായി, നന്നായി. സർക്കാർ പറയുന്നു, നമ്മളത് വിശ്വസിക്കുകയാണ്, നമ്മുടെ മറ്റ് തെളിവുകളൊന്നുമില്ല. എന്നാലും ആ നേരത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ തീവ്രവാദികൾ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മുമ്പിൽ വന്ന് പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് അതെന്തായാലും ഗംഭീരമായി. സർക്കാരിന് അതിന് കയ്യടിയുണ്ട്. കാരണം തീവ്രവാദികളെ അമർച്ച ചെയ്യണം, ഇവരെ പിടിക്കണം എന്നുള്ളതായിരുന്നു കുറേ ദിവസമായുള്ള, കുറേ നാളുകളായുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോഴുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അത് നടന്നു. കോയിൻസിഡൻസ് ആണ്, ചിലപ്പോൾ മനഃപൂർവ്വമാണെന്ന് പ്രതിപക്ഷം കളിയാക്കിയേക്കാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന വാചകമാണ് എനിക്കിന്ന് പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ ഓർമ്മ വന്നത്. മെയ് 9 JD വാൻസ് എന്നെ പലതവണ വിളിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു വിളിച്ചു, പോയി പണി നോക്ക്, ഞങ്ങൾ ഫോൺ എടുത്തില്ല. അതിനുശേഷം പറഞ്ഞു, ഞാൻ പിന്നെ പോയി വിളിച്ചിട്ട് പറഞ്ഞു, അവർ ആക്രമിച്ചാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല. പക്ഷേ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരുന്ന ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങളെ വിളിച്ചിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടിരുന്നു, അയാൾ 26 പ്രാവശ്യം പറയുന്നു ഞാൻ ഇടപെട്ടു, ഞാനാണ് ഈ വിഷയം പരിഹരിച്ചത്. ഒരു നേതാവും ഇതിൽ പങ്കില്ല എന്ന് വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു സർക്കാരിന് പറയാം. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യം ആൻസർ ടു ദ പോയിന്റ് എന്ന് പറയും കോടതിയിൽ. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അയാൾ പറയുന്നത് തെറ്റാണ്. എന്നെ അമേരിക്കയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് സമവായ ചർച്ചകൾക്ക് വിളിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? JD വാൻസ് ആദ്യം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാകിസ്ഥാൻ എങ്ങനെ തിരിച്ചടിച്ചാലും JD വാൻസ് വിളിക്കുന്നെങ്കിൽ വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞിട്ടല്ല. പാകിസ്ഥാൻ ഒരു വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ വെടിവെച്ചാൽ ഞങ്ങൾ തിരിച്ച് ബോംബ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ അശ്വത്ഥാമ ഹത കുഞ്ചരയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ പേരെന്തുകൊണ്ടാണ് പറയാത്തത്? ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടല്ലോ, ഞാൻ 2 രാഷ്ട്ര നേതാക്കളെയും വിളിച്ചു, ഈ 2 രാഷ്ട്ര നേതാക്കളോട് സംസാരിച്ചു എന്നാണ് ഒരു തവണ പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പറഞ്ഞു 2 രാഷ്ട്രങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെയും രാഷ്ട്ര നേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഇതൊക്കെയാണ്. എന്ന് മാത്രമല്ല, കോയിൻസിഡൻസ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറയുന്നു, അതിനുശേഷം പാകിസ്ഥാൻ ഇത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടെന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ വെടിനിർത്തലാകുന്നു, നന്ദി പറയുന്നു. പാകിസ്ഥാൻ നന്ദി പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇന്ത്യ പറയുന്നു വെടിനിർത്തുകയാണ്. അപ്പോൾ അത്രയും കോയിൻസിഡൻസ് കിടക്കുമ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് ഒഴിവാക്കിയത് എന്തിനാണെന്നുള്ളത് ഒരു പ്രഹേളികയായി അവസാനിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ നൂലാമാലകളൊന്നും അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. എന്ന് മാത്രമല്ല, വേറെ ഒരുപാട് ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഈ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഷാങ്ഗ്രില ഡയലോഗ് സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ CDS, അതായത് ജനറൽ അനിൽ ചൗഹാൻ, അദ്ദേഹമാണ് ഷാങ്ഗ്രില കോൺഫറൻസിൽ വെച്ച് ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ആദ്യമായി പറയുന്നത്. അത് 2 മാധ്യമങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബ്ലൂംബെർഗിനോട്, 2 റോയിട്ടേഴ്സിനോട്. ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു, പാർലമെൻറ്റിന് പുറത്തും ഉന്നയിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന് നാശനഷ്ടം ഉണ്ടായി എന്ന് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ പരമാധികാരി രാജ്യത്തിന് പുറത്ത്, അതും 2 വിദേശ മാധ്യമങ്ങളോട് ആദ്യം സംസാരിക്കുന്നത്? ആദ്യമല്ല കേട്ടോ, അതിനുശേഷം ഇന്ത്യക്കകത്തും പറഞ്ഞിട്ടില്ല. ഇന്ന് പാർലമെൻറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യമുണ്ടായി, മറുപടിയില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം, നിങ്ങൾ ഇന്ത്യ വിരുദ്ധരാണ്, നിങ്ങൾക്ക് യുദ്ധത്തിൽ തിരിച്ചടി കിട്ടിയോ, ഇന്ത്യയുടെ റഫേൽ ജെറ്റുകൾ താഴെ പോയോ, ഇന്ത്യയുടെ ജെറ്റുകൾ താഴെ പോയോ, ഈ ചോദ്യങ്ങളെല്ലാം രാജ്യവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ആ ചോദ്യത്തിന് ഉത്തരമില്ല. മറ്റൊന്ന്, പെഹൽഗാമിൽ തീവ്രവാദികൾ എങ്ങനെ എത്തി? നിങ്ങൾ ടൂറിസ്റ്റുകളെ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ജമ്മു കാശ്മീരിലേക്ക് ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ് പഹൽഗാം. എന്നിട്ടും അവിടെ ഒരു സൈനികൻ പോലും, ഒരു പോലീസ് പോലും ഉണ്ടായിരുന്നില്ല. അതൊരു സുരക്ഷാ വീഴ്ചയാണോ അല്ലയോ? ഉത്തരമില്ല. ഒരു വീഴ്ച പറ്റിയെങ്കിൽ അത് സമ്മതിക്കാം, നമുക്കെല്ലാം അറിയാം അത് വീഴ്ചയാണെന്ന്. ഇല്ല. എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഇവിടെ എത്തിയത്?
ഈ തീവ്രവാദികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണോ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണോ? ആദ്യ വാർത്തകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നായിരുന്നു. അതിനുശേഷമാണ് അവർ അവിടുന്ന് പോയി പാകിസ്ഥാനാണെന്നും ഇന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. പക്ഷേ ഇതൊരു സുരക്ഷാ വീഴ്ച ആണോ അല്ലയോ? അതിനുത്തരമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എന്താ കളം മറച്ചിടുക എന്ന് പറയും. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അത് നിങ്ങൾ രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തിരിക്കുകയാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട വന്നത്, പുൽവാമയിലും ഉറിയിലും പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ ആഞ്ഞടിക്കുന്നത് കണ്ടതാണ്. ആരുടെ കാലത്താ? BJPയുടെ കാലത്താ. പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായതെപ്പോഴാണ്? BJPയുടെ കാലത്താ. മോദി പറയുന്ന കേട്ടതൊന്നും ഇന്ന് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2014 മുമ്പ് ഇന്ത്യയിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമായിരുന്നു, നിങ്ങൾ നോക്കൂ എന്തെങ്കിലും സാധനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ബോംബാകാൻ സാധ്യതയുണ്ടെന്ന്. AB വാജ്പേയി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. BJP 5 വർഷം ഭരിച്ച കാലം കൂടി ചേർത്താണ് മോദി പറയുന്നത്. മോദി റദ്ദ് ചെയ്ത് കളയുന്നത് മോദിക്ക് മുമ്പുണ്ടായിരുന്ന BJPയുടെ ഭരണകാലത്തെക്കുറിച്ച് കൂടിയാണ്. ശരി, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഉറിയിലും പുൽവാമയിലും നിങ്ങൾ പാഠം പഠിച്ചില്ലേ? അതിനുശേഷം വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു? 4 ദിവസം കൊണ്ട് ഒരു ലോക നേതാവും ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. എന്നാൽ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ POK പിടിച്ചെടുക്കുമെന്ന് പറയാറുണ്ടല്ലോ. 2014 മുമ്പ് മോദിയും പറഞ്ഞിട്ടുണ്ട്, 2014 ശേഷം സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിന് യുദ്ധം നിർത്തി? അത് യുദ്ധം നിർത്തി, അതങ്ങനെയാണ്. ആ ചോദിക്കുന്ന ചോദ്യം ശരിയില്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ നേരെ തിരിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ മോദിക്കും കോൺഗ്രസ് സർക്കാരിന് പേടിയാണെന്നാണ് മോദി പറഞ്ഞത്. യുദ്ധം ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ അറ്റാക്കിൻ്റെ സമയത്ത് BJP പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തിന് പാകിസ്ഥാനെ ആക്രമിക്കാൻ വൈകുന്നുവെന്നാണ്. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്നല്ല. അതേസമയം പഴയ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഇത്രയും വലിയ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശരി, അതിനെക്കുറിച്ചുള്ള വിതർക്കങ്ങൾ പോട്ടെ. പക്ഷേ എന്തിനാണ് 4 ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം നിർത്തിയത്? എന്തിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതിന് ശേഷം, അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യുദ്ധം നടത്തിയത്? അപ്പോൾ അതങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിന് തൊട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷമാണെന്ന് പറഞ്ഞ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കിടന്ന് ഉരുണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ചോദ്യം പ്രസക്തമാണല്ലോ. എന്തിനാണ് നിങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളായിരിക്കും ആക്രമിക്കുക എന്ന് നേരത്തെ പറഞ്ഞത്? ഇതെല്ലാം ചോദ്യങ്ങളല്ലേ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഈ പറഞ്ഞതിലൊന്നിനും ഉത്തരമില്ല. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് കോൺഗ്രസ്, ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ എന്ന് സ്ഥാപിക്കാനാണ് മോദി ശ്രമിച്ചത് മുഴുവൻ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും നെഹ്റുവിനെ വെറുതെ വിടുമെന്ന്. ഇത്തവണയും നെഹ്റു ഉണ്ട് കേട്ടോ. നെഹ്റു പണ്ട് കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലാതെ ഇരുന്ന ആ സമയത്ത് കശ്മീർ പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് കശ്മീർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായതെന്നും അന്ന് നടന്ന യുദ്ധത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇനി അത് പോട്ടെ, ഇനിയിപ്പോൾ നെഹ്റുവിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയും തന്നെ ഇരിക്കട്ടെ. ഇത് എത്ര കാലത്തിന് ശേഷമാണ് ഈ പറയുന്നത്? ഇത്രയും കാലമായല്ലോ. നിങ്ങൾക്കൊരു യുദ്ധത്തിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണ ശക്തികൾ. അത് ശരിയുമാണ്. ആ അവസരം POK പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പ്രതിപക്ഷം പാർലമെൻറ്റിൽ ചോദിച്ചതാണ്. അപ്പോൾ പറയൂ നെഹ്റുവിൻ്റെ കുറ്റമാണ്. ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി, ഇങ്ങനെ മുമ്പ് ഭരിച്ചിരുന്ന എല്ലാവരുടെയും പറയും, പഴയകാലം മുഴുവൻ പറയും. അതിനിടയ്ക്ക് AB വാജ്പേയിയുടെ 5.5 വർഷത്തെ ഭരണത്തെ അങ്ങ് വിസ്മരിക്കുകയും ചെയ്യും. ഇങ്ങനെ പതിവ് പോലെയുള്ള മറുപടിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നെഹ്റുവിൽ തുടങ്ങി കോൺഗ്രസിൻ്റെ കാലത്തെ പ്രശ്നങ്ങളിലുള്ള പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം രാജ്യത്തിനെതിരാണെന്നും സൈന്യത്തിനെതിരാണെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗം മുഴുവൻ നടത്തിയത്. സൈന്യത്തിനെതിരാണെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണല്ലോ. ദേശാഭിമാനമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ സൈന്യത്തിനെതിരെ പറഞ്ഞു, അപ്പോൾ അത് രാജ്യത്തിനെതിരാണ്. രാജ്യത്തിനെതിരാകുമ്പോൾ രാജ്യസ്നേഹമാണ് ഇവർ തള്ളിക്കളയുന്നത്. അപ്പോൾ കോൺഗ്രസ് പാകിസ്ഥാൻ്റെ ആളുകളാണ്. എന്തായിരുന്നു ഒരു കാര്യം കൂടി, എന്തായിരുന്നു പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ പ്രശ്നം? ഇവർ പാകിസ്ഥാനികളല്ല, ഇന്ത്യയിലുള്ള തീവ്രവാദികളാണ്, ഇവരെ പിടിക്കാൻ എന്താണ് താമസം എന്നാണ് ചോദിച്ചത്. അതായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ പാകിസ്ഥാൻകാരെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് പറഞ്ഞ ചോദ്യം വേറെ രീതി തിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ പാർലമെൻറ്റിൽ കണ്ടത് ഒരു ശരാശരി ഭരണ പ്രതിപക്ഷ തർക്കം മാത്രമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക്
ചോദ്യങ്ങളുണ്ടായെങ്കിലും ഉത്തരങ്ങളുണ്ടായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ തീർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായി പതിവ് പ്രസംഗങ്ങളിലെ പോലെ ഒരു തവണ കൂടി നെഹ്റു സ്മരിക്കപ്പെട്ടു. ഒരു കാരണവശാലും ഇന്നത്തെ പ്രസംഗവും മറുപടിയും സിന്ദൂറിനുള്ള മറുപടി ആയില്ല, സിന്ദൂറിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.